ഹലോ എവരി വൺ, വെൽക്കം ടു GE1 ക്ലാസ്. നമ്മൾ മൊഡ്യൂൾ 2-ലാണ് ഇപ്പോൾ ഉള്ളത്. 2 സെക്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് സെക്ഷനിലുള്ള സീവ് അനാലിസിസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോമീറ്റർ അനാലിസിസ്, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 2.2 പാർട്ട് 1 ഹൈഡ്രോമീറ്റർ അനാലിസിസ്. ആക്ച്വലി ഞാൻ ഹൈഡ്രോമീറ്റർ അനാലിസിസ് കുറച്ച് ലെങ്തിയാണ് ടോപ്പിക്ക്. അതിൽ എക്സ്പെരിമെൻറ്റ് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ പറയാനായിട്ടുണ്ട്. കറക്ഷൻ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഞാനത് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ലോയും അനാലിസിസ്, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡെപ്തിലുള്ള പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്കതിന് മുന്നേയായിട്ട് സെഡിമെൻറ്റേഷൻ അനാലിസിസ് എന്താണെന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് 75 മൈക്രോൺ വരെയുള്ള കോഴ്സർ പാർട്ടിക്കിൾ അല്ലേ. 75 മൈക്രോൺ സൈസിന് മേലെയുള്ളതെല്ലാം കോഴ്സർ ഫ്രാക്ഷനാണ്. ആ ഒരു കോഴ്സർ ഫ്രാക്ഷൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്, സീവ് അനാലിസിസ് ചെയ്തു അല്ലെ, ഡ്രൈ സീവ് അനാലിസിസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് സൈസസിലുള്ള ISCs യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിനെ ഫ്രാക്ഷൻ ചെയ്തു, വെയിറ്റ് കണ്ടുപിടിച്ചു, പെർസെൻറ്റേജ് ഫൈൻഡർ എല്ലാം കണ്ടുപിടിച്ചു, ഗ്രാഫ് എടുക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം 75 മൈക്രോണിൻ്റെ മേലുള്ളത് മാത്രമല്ലല്ലോ സോയിൽ പാർട്ടിക്കിൾസ് അല്ലേ, അതിൻ്റെ താഴെയുള്ള പാർട്ടിക്കിൾസും സോയിൽ പാർട്ടിക്കിൾസ് തന്നെയാണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യണം, 75 മൈക്രോൺ സൈസിൻ്റെ താഴെ, അതായത് 75 മൈക്രോൺ സീവിൽ നിന്നും താഴോട്ടേ പോകുന്ന, അതിൻ്റെ പെർസെൻറ്റേജ് ഫൈൻഡർ താഴോട്ടേ പോകുന്ന സോയിൽ പാർട്ടിക്കിൾസിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് സൈസസ് ഉള്ളത് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഫ്രാക്ഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സീവ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെഡിമെൻറ്റേഷൻ അനാലിസിസ് ആണ് ചെയ്യുക. അതായത് വെറ്റ് അനാലിസിസ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തത് ഡ്രൈ അനാലിസിസ് എന്ന് പറയുന്നത് കോഴ്സർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മളതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സോയിൽ ഡ്രൈ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് സീവ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അതേ സമയത്ത് ഫൈനർ പാർട്ടിക്കിൾസിനെ ഫ്രാക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് ഒരു സസ്പെൻഷൻ ഫോമിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതായത് വാട്ടറിൽ അതിനെ മിക്സ് ചെയ്തിട്ട് അതൊരു സസ്പെൻഷൻ ഫോമിലാക്കിയിട്ട് വേണം നമുക്കതിനെ പാർട്ടിക്കിൾ സൈസിൽ ഫ്രാക്ഷൻ ചെയ്യാനായിട്ട്. സോ സോയിൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, 75 മൈക്രോൺ സൈസിന് താഴെ നമുക്ക് സീവ് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ താഴെയുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുന്നത്. അത് നമ്മൾ അതിൻ്റെ പിന്നിലുള്ളൊരു ലോ എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 2 മെത്തേഡ്സാണ് ഇതിനുള്ളത്. ഹൈഡ്രോമീറ്റർ മെത്തേഡ് ഉണ്ട്, പിപ്പറ്റ് മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ മെത്തേഡാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോമീറ്റർ മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെഡിമെൻറ്റേഷൻ അനാലിസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം അതിൻ്റെ പിന്നിലുള്ള ലോ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോക്സ് ലോ ആണ് അല്ലേ. അപ്പോൾ മുന്നേ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് സ്റ്റോക്സ് ലോ. ആക്ച്വലി എന്താണ് ഈ ലോ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഫ്ലൂയിഡ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പം ഏതോ ആവട്ടെ, വാട്ടർ ആവണമെന്നില്ല, ഏതോ ആവട്ടെ, ഒരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്ഫിയർ ഷേപ്പിൽ എന്തെങ്കിലും സ്ഫിയേഴ്സ് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി എന്താ സംഭവിക്കുന്നത്, ഈ സ്ഫിയേഴ്സ് എന്ത് ചെയ്യും, ആ ഫ്ലൂയിഡിലൂടെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് താഴെ സെറ്റിൽ ചെയ്യാൻ നോക്കും അല്ലേ. കുറച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു എന്തായാലും അതിൻ്റെ ഒരു ഡെൻസിറ്റി ഉണ്ടായിരിക്കുമല്ലോ. സോ ആ ഒരു ഡെൻസിറ്റി പ്രകാരം എന്ത് ചെയ്യും, ആ സ്ഫിയർ മേലെ നിന്നും താഴോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്ത് മൂവ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കും അല്ലേ. സോ ആ സെറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മളത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല വെലോസിറ്റി ഉണ്ടാകും. കാരണം അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, അത് കുറച്ച് സ്പീഡിൽ തന്നെ അതൊന്ന് മൂവ് ചെയ്ത് തുടങ്ങും. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഡ്രാഗ് ഫോഴ്സും എല്ലാം കൂടെ അതിൻ്റെ എഫക്റ്റിൽ എന്ത് ചെയ്യുന്നറിയോ, ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. അതിൻ്റെ വെലോസിറ്റിയിൽ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ട് ഏകദേശം ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ളൊരു വെലോസിറ്റി അത് അറ്റൈൻ ചെയ്യും. പിന്നെ ആ ഒരു ചേഞ്ച് ഇല്ലാത്ത സെയിം വെലോസിറ്റിയിലാണ് അതെന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള ആ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ടെർമിനൽ വെലോസിറ്റിയാണ്. അത് ആ സ്ഫിയറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പം അതിൻ്റെ ഒരു ലോ ആണ് സ്റ്റോക്സ് ലോ പറയുന്നത്. ഓക്കെ, എന്താ ലോ പറയുന്നത്, വെലോസിറ്റി അറ്റ് വിച്ച് ഗ്രെയിൻസ് സെറ്റിൽ ഔട്ട് ഓഫ് സസ്പെൻഷൻ ഓൾ അതർ ഫാക്ടേഴ്സ് ബീങ് ഈക്വൽ ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ഷേപ്പ്, വെയ്റ്റ് ആൻഡ് സൈസ് ഓഫ് ദ ഗ്രെയിൻസ്. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തിട്ട്, ഫ്ലൂയിഡ്സിൽ സ്ഫിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ എന്താണ്, സോയിൽ പാർട്ടിക്കിൾസ് അല്ലേ, സോയിൽ ഗ്രെയിൻസ് എന്ന് പറയാം.
ഈ സോയിൽ ഗ്രെയിൻസ് നമ്മൾ അതിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ഒരു വെള്ളമാണെങ്കിൽ നമ്മൾ എന്താണ് സസ്പെൻഷനൽ ഫോമിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, അതിന് സെറ്റിൽ ചെയ്യുമ്പോൾ അതിലെല്ലാ ഫാക്ടേഴ്സും ഈക്വൽ ആണ് എങ്കിൽ ആ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നറിയോ, ആ ഗ്രെയിൻസിൻ്റെ ഷേപ്പ്, അതിൻ്റെ വെയിറ്റ്, അതുപോലെ സൈസ് ഓഫ് ദ ഗ്രെയിൻസ് അല്ലെ, ആ ഗ്രെയിൻസിൻ്റെ സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, കോഴ്സറായിട്ടുള്ള പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യും. അതേസമയം ഒരുപാട് ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിലും അത്ര തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും സെറ്റിൽ ചെയ്യാം അല്ലേ. അപ്പോൾ അതിനെന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെയിറ്റ്, സ്പേസ് ഗ്രാവിറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. So നോക്കൂ, if a single sphere is allowed to fall freely through a liquid of infinite extent, its velocity will first increase rapidly. കണ്ടോ, ആദ്യം പറഞ്ഞത് കേട്ട് നോക്കൂ, ഒരു സ്ഫിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിക്വിഡിലൂടെ ഫ്രീലി ഫോൾ ചെയ്യാൻ അലോ ചെയ്യുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ബട്ട് എ കോൺസ്റ്റന്റ് വെലോസിറ്റി കോൾ ടെർമിനൽ വെലോസിറ്റി ഈസ് റീച്ച്ഡ് വിത്തിൻ എ ഷോർട്ട് ടൈം. കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്രാഗ് ഫോഴ്സസും എല്ലാം കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഒരു ടെർമിനൽ വെലോസിറ്റി, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അത് അറ്റൈൻ ചെയ്യും. ഓക്കെ, വിത്തിൻ എ ഷോർട്ട് ടൈം. ആ വെലോസിറ്റിയാണ് അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കൂ, വി എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഗാമ എസ് മൈനസ് ഗാമ എൽ. ഗാമ എൽ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ എടുത്തിട്ടുള്ള ലിക്വിഡിൻ്റെ സ്പേസ് ഗ്രാവിറ്റിയാണ്, യൂണിറ്റ് വെയിറ്റ് ആണ്. ഗാമ എൽ ഡിവൈഡ് ബൈ 18 ഈറ്റ ഇൻറ്റു ഡി സ്ക്വയർ. അപ്പം ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വെലോസിറ്റി ഈ ഒരു സ്റ്റോക്സ് ലോയുടെ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിഫറെൻറ്റ് ബുക്സിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ കാണിച്ചേക്കാം. ഓക്കെ, പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ എടുക്കുന്ന യൂണിറ്റിനനുസരിച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. മേ ബി ചിലയിടത്ത് നിങ്ങളത് 118 എന്നുള്ളത് 180 എന്ന് കാണാം. പക്ഷേ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ടേംസും ഇതിൽ ഓരോന്നും ഡിഫറെൻറ്റ് യൂണിറ്റിലേക്ക് മാറ്റിയതായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അത് ഏതാണോ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസിൻ്റെയും യൂണിറ്റ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആ ഒരു യൂണിറ്റ്സിൻ്റെ കൺവേർഷൻ അനുസരിച്ച് ഇതിലെ വാല്യൂസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷനിലൊക്കെ ചേഞ്ചസ് വരാം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ലാസ്റ്റ് കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. ഗാമ എസ് മൈനസ് ഗാമ എൽ ഡിവൈഡ് ബൈ 18 ഈറ്റ ഇൻറ്റു ഡി സ്ക്വയർ. ഓക്കെ, അപ്പം അതിൽ ഓരോ ടേംസ് നോക്കുക. ഫസ്റ്റ് വി അല്ലേ, ടെർമിനൽ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പം ടെർമിനൽ വെലോസിറ്റി ഓഫ് സോയിൽ ഗ്രെയിൻ ആണ് വിത്ത് ഡയമീറ്റർ ഡി. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ആ സോയിൽ ഗ്രെയിനിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റ്സ് എല്ലാം അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ദെൻ എങ്ങനെയൊക്കെയാണ് ഓരോ യൂണിറ്റും കൊടുക്കേണ്ടത് നോക്കൂ. ഫസ്റ്റ് ഗാമ എസ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഗ്രെയിൻസ്. സോയിൽ ഗ്രെയിൻസ് നമ്മൾ എടുക്കുന്നത് സോയിലാണല്ലോ, മീൻസ് ആ ക്ലേ ഫ്രാക്ഷൻ ആണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ അത് വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് സസ്പെൻഷൻ ഫോമിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ സോയിൽ പാർട്ടിക്കിൾസ് താഴോട്ടേക്ക് മൂവ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണല്ലോ ആ ടെർമിനൽ വെലോസിറ്റി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ആ സോയിൽ പാർട്ടിക്കിളിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ എസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഗ്രാം പെർ cc, അതായത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്, ആ യൂണിറ്റിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് കാണാൻ എന്ത് ചെയ്താൽ മതി, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ ഇൻറ്റു ഗാമ ഡബ്ല്യു ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യമാണല്ലേ. ഗാമ എസ് എന്ന് പറയുന്നത് എന്താണ്, ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ആണ്. ജസ്റ്റ് അതിവിടെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. പിന്നെ ഗാമ എൽ അല്ലേ, അതായത് ഗാമ എൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ വാട്ടറിൻ്റെത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഏത് ലിക്വിഡ് ആയാലും നമുക്ക് ഈ ഇക്വേഷൻ ജനറലായിട്ട് പഠിച്ചു വെക്കാൻ ഗാമ എൽ എന്ന് മനസ്സിലാക്കി വെക്കുക. യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ ഗ്രാം പെർ cc. ഓക്കെ, എഗെയിൻ അത് ഗ്രാം പെർ cc ആണ്. ദെൻ ഈറ്റ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ്, നമ്മൾ എടുത്ത ലിക്വിഡിൻ്റെ വിസ്കോസിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് നോക്കും, ഗ്രാം സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഗ്രാം സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള വെലോസിറ്റി ഓഫ് ലിക്വിഡാണ് ഈറ്റ എന്ന് പറയുന്നത്. അത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, മ്യൂ ബൈ ജി എന്നുള്ള റിലേഷനും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മേ ബി ക്വസ്റ്റ്യനിൽ നമുക്ക് മ്യൂയുടെ വാല്യൂ തന്നിരിക്കാം, അല്ലെങ്കിൽ ഈറ്റ ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എടുക്കാം. ഓക്കെ, അപ്പം യൂണിറ്റ് വെച്ച് ശ്രദ്ധിക്കുക. ഗ്രാം സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ അത് ഈറ്റ ആണ്. ഇനി അതല്ല മ്യൂയുടെ വാല്യൂ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് വിസ്കോസിറ്റി പോയിസ് എന്നുള്ള ഒരു യൂണിറ്റിൽ, അല്ലെങ്കിൽ 9 സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റിലാണ് തന്നതെന്നുണ്ടെങ്കിൽ അത് മ്യൂയുടെ വാല്യൂ ആണ്. അതിനെന്ത് ചെയ്യണം, മ്യൂ ഡിവൈഡഡ് ബൈ ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈറ്റയുടെ വാല്യൂ കിട്ടുള്ളൂ. ആ ഈറ്റയുടെ വാല്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് എല്ലാം ശ്രദ്ധിക്കുക. ദെൻ ജി അഗൈൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതും സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ്.
ദെൻ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ഗ്രെയിൻ ആണ്, അത് സെൻറ്റിമീറ്ററിൽ. ഈ രീതിയിൽ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ പറഞ്ഞിട്ടുള്ള സെയിം യൂണിറ്റ്സ് ഫോളോ ചെയ്യുക, 18 തന്നെ കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റിയുടെ ഉത്തരം എന്ത് വരും? സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ കിട്ടും. ഓക്കെ, സോ അതിലൊരു കൺവേർഷൻ കൂടെ നോക്കാം. ഡൈൻ സെക്കൻഡ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ മേ ബി ഗ്രാമിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഗ്രാമിൽ തന്നിട്ടുള്ള ഡൈനിലേക്ക് മാറ്റണമെങ്കിൽ ഒരു കൺവേർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സെഡിമെൻറ്റേഷൻ അനാലിസിസ് പറഞ്ഞു. അതിൻ്റെ പിന്നിലുള്ള ലോ സ്റ്റോക്സ് ലോ ആണെന്നും സ്റ്റോക്സിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോമീറ്റർ അനാലിസിസിൽ അത് യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആക്ച്വലി ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത് ഫിഗറിൽ കണ്ടിട്ടുണ്ടാവും, അതാണ് ഹൈഡ്രോമീറ്റർ. ഒരു നമ്മളിപ്പം കെമിസ്ട്രി ലാബിലെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു വലിയൊരു ജാറുണ്ട് അല്ലേ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളൊരു ജാറുണ്ട് വലിയത്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു റോഡിൽ കണക്ട് ചെയ്തിട്ട് ഒരു ബൾബ് പോലെ നിൽക്കുന്ന ആ ഒരു പാർട്ടാണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് എന്ത് ചെയ്യാം? നമ്മൾ ഇപ്പം ജസ്റ്റ് ആ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പുറത്ത് വെക്കാം, അതുപോലെ തന്നെ ഉള്ളിലേക്ക് വെക്കാവുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഹൈഡ്രോമീറ്റർ. ആക്ച്വലി ഹൈഡ്രോമീറ്റർ സാധാരണ യൂസ് ചെയ്യുന്നത് ലിക്വിഡ്സിൻ്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? സോയിൽ പാർട്ടിക്കിൾസിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആക്ച്വലി നമുക്കറിയാം പാർട്ടിക്കിൾ സൈസും സ്പെസിഫിക് ഗ്രാവിറ്റി തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട് അല്ലേ, കാരണം കൂടുതൽ സൈസ് ഉള്ളതിന് കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിനെ ഫ്രാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ് ഞാനിപ്പം പറയുന്നുള്ളൂ. ഇതിൻ്റെ ഡീപ്പിലുള്ള മീൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയറും അതിൻ്റെ കറക്ഷൻസ്, അതിൻ്റെ കാലിബ്രേഷൻ എല്ലാം നമുക്ക് എന്ത് ചെയ്യും? നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 75 മൈക്രോണിൻ്റെ താഴെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് നമുക്കിതിന് പറ്റുള്ളൂ അല്ലേ. സാധാരണ ഡ്രൈ സീവ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എല്ലാം കൂടി എടുത്ത് അങ്ങ് സീവ് ചെയ്യും, ബാക്കിയുള്ളത് നമ്മൾ പാനിൽ കളക്ട് ചെയ്ത് ഒഴിവാക്കും അല്ലേ, 75 മൈക്രോണിലുള്ളത്. അതേ സമയത്ത് നമ്മൾ ഇത് ചെയ്യാൻ പോകുമ്പോൾ 75 മൈക്രോണിൽ പാസ് ചെയ്യുന്ന സോയിലിനെ മാത്രം എടുത്തത് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സോയിൽ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യണമെന്നറിയോ? ഇതുപോലെ തന്നെ ഒരു 1000 ml കപ്പാസിറ്റിയുള്ള സെഡിമെൻറ്റേഷൻ ജാറാണിത്. ഈ സെഡിമെൻറ്റേഷൻ ജാറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 1000 ml മാർക്ക് ചെയ്തിട്ടുള്ള അത്രയും ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സോയിൽ 75 മൈക്രോൺ സീവ് ചെയ്തിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് എടുത്തു, ആ ജാറിലേക്ക് ഇട്ടു. 1000 ml വരെ സൈസ് കപ്പാസിറ്റി ഉള്ള ജാറാണെങ്കിൽ അത്രയും വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെഡിമെൻറ്റേഷൻ ജാർ ഷേക്ക് ആൻഡ് വീക്ക് റേസിൽ നല്ലോണം നമ്മളതൊന്ന് ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കും? ഈ വാട്ടറിൽ സോയിൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സസ്പെൻഷൻ ഫോമിൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ, ചെളിവെള്ളം പോലെ കിട്ടും അല്ലേ. ഓക്കെ, ആ രീതിയിൽ നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്തിട്ട് ഒരു ചെളിവെള്ളം പോലെ നമുക്കതിനെ ഉണ്ടാക്കി വെക്കണം. സോ എന്നിട്ട് എന്ത് ചെയ്തു? നല്ലോണം ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെർട്ടിക്കലി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സോളിഡ് ബേസിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അത് അപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് വാച്ചും ഓണാക്കി വെക്കുക. അപ്പം സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ നോക്കൂ, ഡിഫറെൻറ്റ് സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ഹൈഡ്രോമീറ്ററിൻ്റെ ജാറിൽ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ കാണുന്നുണ്ടാവും ഒരു ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അതാണ് ഹൈഡ്രോമീറ്റർ, അതാണ് നമ്മൾ അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so hydrometer is slowly inserted in the jar and the readings are taken at 0.5, 1 and 2 minutes time intervals. അപ്പം എങ്ങനെയാണ് റീഡിങ്സ് എടുക്കുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഈ ഹൈഡ്രോമീറ്ററിൽ ഒരുപാട് മാർക്കിങ്സ് ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഓരോ മാർക്കിങ്സ് ആണ്. 0.9, 1, 2 അങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂസ് റേഞ്ചിൽ ഉള്ള ഡിഫറെൻറ്റ് വാല്യൂസ് അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ആ രീതിയിൽ നമ്മൾ അതിലേക്ക് താഴോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന അവിടെ റീഡിങ് നോട്ട് ചെയ്യണം. അപ്പോൾ അത് 0.5, 1, 2 മിനിറ്റ് ടൈം ഇൻ്റർവെല്ലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് അനക്കാതെ വെക്കുകയാണല്ലോ. അപ്പം അതിലെന്ത് ചെയ്യും? ജസ്റ്റ് റീഡിങ്സ് എടുക്കണം. അപ്പോൾ ഈ അനക്കാതെ വെക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യും? അതിൻ്റെ ഒരു വെയിറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഓരോരോ ഡെപ്തിൽ സെറ്റിലായിട്ടുണ്ടാവും. അതിലുള്ളതിൽ ഏറ്റവും വെയിറ്റുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? താഴെ വന്ന് സെറ്റിലായിട്ടുണ്ടാവും. പിന്നെ ആ രീതിയിൽ മെല്ലെ ആദ്യം സെറ്റിലാവും അല്ലേ, പിന്നെയാണ് ബാക്കിയുള്ളത് ഓരോന്ന് സെറ്റിലാവില്ല. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഓരോ ഡെപ്തിലും കാണുന്നത് ഡിഫറെൻറ്റ് ഡയമീറ്ററിലെ പാർട്ടിക്കിൾസ് ആയിരിക്കുമല്ലോ കിട്ടുക. കാരണം ഡയമീറ്ററിന് കൂടുന്നതനുസരിച്ചാണല്ലോ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വെയിറ്റ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവുക. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഈ ഹൈഡ്രോമീറ്റർ അതിൽ ഇൻസേർട്ട് ചെയ്യും, നമുക്ക് കിട്ടുന്ന റീഡിങ് നമ്മൾ നോട്ട് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അതുപോലെ തന്നെ ഒരു 30 seconds ഒക്കെ വെച്ചിട്ട് നമ്മൾ 4, 8, 15, 30 മിനിറ്റ്സിലും 1, 2, 4 ഹവേഴ്സിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുന്നു, റീഡിങ്സ് എടുക്കുന്നു. ഓക്കെ,
സോ ഈ രീതിയിലാണ് അതിൻ്റെ റീഡിങ്സ് ഉണ്ടായിരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യാൻ അത് നോക്കും. പിന്നെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ സോയിൽസ് പ്രസൻറ്റ് അറ്റ് എനി ടൈം ഈസ് കാൽക്കുലേറ്റഡ് ഇൻഡയറക്ട്ലി ബൈ റീഡിംഗ് ദ ഡെൻസിറ്റി ഓഫ് സോയിൽ സസ്പെൻഷൻ. ഈ ഒരു സോയിൽ സസ്പെൻഷൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്ക് ഈ റീഡിങ്സിൽ കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ഓഫ് സോളിഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇത് നമ്മൾ സാധാരണ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ബ്യൂററ്റിലൊക്കെ അപ്പർ മെനിസ്കസ് ലോവർ മെനിസ്കസ് എന്നുള്ള രീതിയിലായിരിക്കും അല്ലേ നമ്മൾ റീഡിങ്സ് എടുക്കുന്ന സമയത്ത്. അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ, ചെളിവെള്ളമായി നിൽക്കുന്ന സമയത്ത് റീഡിങ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒപ്പാക്ക് ആയതുകൊണ്ട് റീഡിങ്സ് കറക്റ്റ് കാണാൻ പറ്റുന്നത് ലോവർ മെനിസ്കസ് അല്ല, അപ്പർ മെനിസ്കസിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ആ ഹൈഡ്രോമീറ്റർ റീഡിങ്സ് RH എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓരോ ടൈമിൽ RH നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, RH ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറയുക, ഡെൻസിറ്റി -1 × 1000 ആണ്. അതായത് 1 എന്ന് പറയുന്നത് ഡെൻസിറ്റി, നമ്മൾ എടുക്കുന്നത് വാട്ടർ ആയതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതറിയാലോ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗാമ മൈനസ് ഗാമ W ഈസ് ഈക്വൽ ടു RH - 1000. ഈ റിലേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗാമ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗാമയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും, ഗാമ എന്ന് കിട്ടും. RH എന്നുള്ളത് ഇതിലുള്ള റീഡിംഗ് ആണ്. റീഡിംഗ് ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ഗാമ മൈനസ് ഗാമ W എന്നുള്ള ടേമിലേക്ക് നമുക്ക് എത്തിക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. മതി എന്നറിയോ, നമ്മളുടെ സ്റ്റോക്സ് ലോ പ്രകാരം നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു, ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഗാമ S - ഗാമ L ഡിവൈഡഡ് ബൈ 18 η/d². അതിൽ ഗാമ L എന്ന് പറയുന്നത് ഇവിടെ വാട്ടർ ആയതുകൊണ്ട് ഗാമ W ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷനിലുള്ള മേലത്തെ ന്യൂമറേറ്റർ നോക്കൂ, ഗാമ S - ഗാമ W എന്നുള്ള ടേം ആണല്ലോ. അത് നമുക്കിപ്പോൾ നേരത്തെ റീഡിങ്ങിൽ നമുക്ക് കിട്ടി അല്ല, ഇതിൽ നിന്ന് നമുക്ക് D കാണാമല്ലോ. സോ ആ ഓരോ കറസ്പോണ്ടിങ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡയമീറ്ററിൻ്റെ കിട്ടും. D = √18 η/v ഡിവൈഡ് ബൈ ഗാമ S - ഗാമ W. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്ന് ഡൗട്ട് വരാനുള്ളത്, D കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിൽ ഒരു ടേം അൺനോൺ ആണല്ലോ. ഇതിൽ ടെർമിനൽ വെലോസിറ്റി V നമുക്കിതിൽ എവിടെ നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലേ. സോ അത് എങ്ങനെയാണെന്നും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒരു കാലിബ്രേഷനിലും അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് ഓഫ് ഫോളും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ്. ടെർമിനൽ വെലോസിറ്റിക്ക് വേറൊരു എംപിരിക്കൽ ഫോർമുല ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്കിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഹൈഡ്രോമീറ്ററിനെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാലിബ്രേഷൻ ചാർട്ട് ഉണ്ട്, അത് വെച്ച് കാലിബ്രേഷൻ ചെയ്യണം. ശേഷം കിട്ടിയ റീഡിങ്സിൽ ഒരുപാട് കറക്ഷൻസ് അപ്ലൈ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താണ് കുറച്ച് കറക്ഷൻസ് പഠിക്കാനായിട്ടുണ്ട്. ആ രീതിയിലെല്ലാം കണ്ടുപിടിച്ച് വന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ഫൈനറി കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി നമ്മളിതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, നമ്മളെടുത്തിട്ടുള്ള 75 മൈക്രോണിൻ്റെ താഴെയുള്ള ഫൈൻ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത് അല്ലേ. സോ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർസെൻറ്റേജ് ഫൈനർ എന്നുള്ള ടേം കണ്ടുപിടിക്കണം. സോ പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇത്രയും കാര്യം മനസ്സിലാക്കുക, സെഡിമെൻറ്റേഷൻ അനാലിസിസ് എന്താണ്, അതിൻ്റെ പിന്നിലുള്ള സ്റ്റോക്സ് ലോ എന്താണ്, ടെർമിനൽ വെലോസിറ്റി എന്താണ്, അത് യൂസ് ചെയ്തിട്ട് ഹൈഡ്രോമീറ്റർ അനാലിസിസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.